ഭൂമിയിലെ ജീവനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയനും. അതാരെന്നറിയുമോ? ഭൂമിയുടെ ചരിത്രം നോക്കിയാൽ അനേകം മാസ് എക്സ്റ്റൻഷനുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം വൻ ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങി നിലവിലുണ്ടായിരുന്ന ജീവജാലങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്നതായിരുന്നു. നമുക്കറിയാം, അത്തരത്തിൽ ഒരു ആസ്ട്രോയിഡാണ് നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭീമന്മാരായ ദിനോസറുകളെ ഇല്ലാതാക്കിയത്. അത്തരത്തിലുള്ള പല ആസ്ട്രോയിഡുകളും ഇന്നും സൗരയൂഥത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അത്തരം ഭീഷണികൾ ഇന്നും നിലനിൽക്കുമ്പോൾ ഇന്നത്തെ ഭൂമിയെ കാത്തു സൂക്ഷിക്കുന്നത് ആരാണ്? എപ്പോഴും ജാഗ്രതയോടെ, എന്നാലോ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ ആ ഗാർഡിയൻ വ്യാഴം അഥവാ ജൂപ്പിറ്റർ ആണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഭൂമിയേക്കാൾ 300 മടങ്ങ് മാസും 1321 ഭൂമികളെ ഉൾക്കൊള്ളാനാവുന്നത്ര വലിപ്പവുമുള്ള ഗ്രഹം. വ്യാഴത്തിൻ്റെ അതിഭീമമായ ഗുരുത്വാകർഷണ ശക്തി ഭീഷണിയായി അലഞ്ഞു തിരിയുന്ന ആസ്ട്രോയിഡുകളെ ഭൂമിയിലേക്ക് എത്തും മുമ്പേ തന്നിലേക്ക് ആകർഷിക്കുകയോ അതോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നു. അതുമാത്രമല്ല, വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ആസ്ട്രോയിഡ് ബെൽറ്റിനെയും വരുതിയിൽ നിൽക്കുന്നതും വ്യാഴം തന്നെയാണ്. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് 1994 ഷൂമാക്കർ ലെവി 9 എന്ന വാൽനക്ഷത്രം. ഭൂമിക്ക് ഭീഷണിയായേക്കാമായിരുന്ന ആ വാൽനക്ഷത്രത്തെ സ്വന്തം ഗ്രാവിറ്റി കൊണ്ട് തകർത്ത് തനിക്കുള്ളിലേക്ക് ഏറ്റുവാങ്ങി ജൂപ്പിറ്റർ മറ്റ് ഗ്രഹങ്ങളെ രക്ഷപ്പെടുത്തി. ജൂപ്പിറ്റർ എന്ന വലിയ ഗ്രഹം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ പരിസരം വളരെ അപകടം പിടിച്ചതാകുമായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണപഥം വളരെ കാലമായി സ്ഥിരമായി നിലനിർത്തുന്നതും ഇതേ ജൂപ്പിറ്ററിൻ്റെ ഗുരുത്വാകർഷണമാണ്. അതെ, നമുക്ക് നേരിട്ട് അനുഭവമില്ലെങ്കിലും ഒരു അദൃശ്യ ശക്തിയായി ജൂപ്പിറ്റർ നമ്മെ കാത്തു സൂക്ഷിച്ചു പോരുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആസ്ട്രോ 82 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.